ലോകത്തിലെ തന്നെ വൻ ശക്തികളെന്ന് അവകാശപ്പെടുന്ന, സമ്പത്ത് കൊണ്ട് സൈന്യം കൊണ്ടൊക്കെ വൻ ശക്തികളാണെന്ന് അവകാശപ്പെടുന്ന അമേരിക്കൻ ഐക്യനാടുകൾ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിൽ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സുപ്രധാന പ്രതിസന്ധിയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ഈ പ്രതിസന്ധി തുടങ്ങിയിട്ട് 37 ദിവസങ്ങൾ പിന്നിട്ടിരിക്കുന്നു. അമേരിക്കയിലെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ദൈർഘ്യമേറിയ US ഗവൺമെൻറ് ഷട്ട് ഡൗൺ അമേരിക്കയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് അമേരിക്കൻ ഗവൺമെൻറ് ഇപ്പോൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന, അമേരിക്കയിലെ ജനങ്ങൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഷട്ട് ഡൗൺ എന്ന് നമ്മൾ അറിയണം. ഒരു രാജ്യം എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഈ ഷട്ട് ഡൗൺ എന്ന പ്രതിസന്ധിയെക്കുറിച്ച് നമ്മൾ അറിയണം. അമേരിക്കൻ കോൺഗ്രസ് ഒരു വാർഷിക ബജറ്റ് നടത്തും. ഈ വാർഷിക ബജറ്റിൽ ഒരു ധാരണയിലെത്താതെ വരുമ്പോഴാണ് ഈ ഷട്ട് ഡൗൺ സംഭവിക്കുന്നത്. ബജറ്റ് ഇല്ലാതാകുമ്പോൾ സർക്കാർ സ്ഥാപനങ്ങൾക്കുള്ള ഫണ്ടിങ് നിലയ്ക്കും. അങ്ങനെ നിരവധി സർക്കാർ ഓഫീസുകൾ അടച്ചുപൂട്ടും. ഇതാണ് അമേരിക്കയിൽ ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ പ്രത്യാഘാതം എന്ന് പറയുന്നത് നമുക്കറിയാം. ഒരു രാജ്യത്തെ ബജറ്റ് ഇല്ലെങ്കിൽ ആ ബജറ്റ് ഇല്ലാത്തതിൻ്റെ പ്രത്യാഘാതം ആ രാജ്യത്തെ സർക്കാർ ഓഫീസുകൾ അടക്കമുള്ള എല്ലാം അനുഭവിച്ചു കൊണ്ടിരിക്കും. ഈ പ്രതിസന്ധിയുടെ ഏറ്റവും വലിയ പ്രത്യാഘാതം പക്ഷേ അനുഭവിക്കുന്നത് അത് സാധാരണ പൗരന്മാരാണ്. ഏകദേശം 14 ലക്ഷത്തിൽ കൂടുതൽ വരുന്ന ഫെഡറൽ ജീവനക്കാർ. ഈ ഫെഡറൽ ജീവനക്കാർക്ക് ശമ്പളം കിട്ടുന്നില്ല. ശമ്പളമില്ലാതെ ജോലി ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ അവർ വീട്ടിലിരിക്കേണ്ടി വരും. ഈയിടെ ട്രംപ് കൊണ്ടുവന്ന മാസ് റിസൈനേഷൻ പ്രോഗ്രാമിലൂടെ ലക്ഷക്കണക്കിന് ഫെഡറൽ ഉദ്യോഗസ്ഥരാണ് നിർബന്ധമായി രാജിവെച്ചു പോയത്. ഇങ്ങനെ വീട്ടിലിരിക്കുന്ന അല്ലെങ്കിൽ ശമ്പളമില്ലാതെ ജോലി ചെയ്യുന്ന ഫെഡറൽ ഉദ്യോഗസ്ഥരുടെ കൂട്ടത്തിൽ എയർ ട്രാഫിക് കൺട്രോളർമാരുണ്ട്. എയർ ട്രാഫിക് കൺട്രോളർമാരെന്ന് പറയുന്നത് അത്യാവശ്യ ജീവനക്കാരുടെ കൂട്ടത്തിൽപ്പെട്ടതാണ്. 13,000-ത്തിലധികം എയർ ട്രാഫിക് കൺട്രോളർമാർ, അതോടൊപ്പം തന്നെ 50,000-ത്തോളം TSA ഏജന്റുമാരും ശമ്പളമില്ലാതെ ജോലി ചെയ്യുന്നുണ്ട്. എയർ ട്രാഫിക് കൺട്രോളർമാരുടെ ജോലി എന്താണ്? വിമാനങ്ങളെ സുരക്ഷിതമായി നിയന്ത്രിക്കുന്ന ജോലിയാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും സമ്മർദ്ദമുള്ള ജോലികളിൽ ഒന്നാണ്. 5 ആഴ്ചയിലധികമായി ശമ്പളമില്ലാതെ ജോലി ചെയ്യേണ്ടി വരുമ്പോൾ ഇങ്ങനെയുള്ള ജീവനക്കാർക്കിടയിൽ ഒരുതരം ക്ഷീണം വരും, ഫാറ്റിഗ്, ഇത് വർദ്ധിക്കും. ഇങ്ങനെ അമേരിക്കൻ എയർ ട്രാഫിക് കൺട്രോളർമാർക്കിടയിൽ ഈ ക്ഷീണം വന്നാൽ ശമ്പളം കിട്ടാതെ ജോലി ചെയ്യുന്നതിൻ്റെ സാഹചര്യം എന്തായിരിക്കുമെന്ന് നമുക്കറിയാം. അങ്ങനെയുള്ളൊരു സാഹചര്യം വന്നാൽ അത് അമേരിക്കൻ വ്യോമയാന മേഖലയെ ബാധിക്കും. പ്രത്യേകിച്ച് സുരക്ഷയെ ഗുരുതരമായി ബാധിക്കും. വ്യോമയാന മേഖലയിലെ സുരക്ഷയെ ഗുരുതരമായി ബാധിക്കുന്ന ഈ സാഹചര്യം വന്നതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സുരക്ഷാ പ്രശ്നം വരുന്നതിനെ ഒഴിവാക്കാൻ വേണ്ടി അമേരിക്കൻ അധികൃതർ കടുപ്പമേറിയ, കൈപ്പേറിയ, പൗരന്മാരെ നേരിട്ട് ബാധിക്കുന്ന ഒരു തീരുമാനമെടുത്തിരിക്കുന്നു. എയർ ട്രാഫിക് കൺട്രോളർമാരുടെ ജോലിഭാരം കുറക്കാൻ, വ്യോമമേഖലയുടെ സുരക്ഷ ഉറപ്പുവരുത്താൻ ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ FAA ഒരു സുപ്രധാന തീരുമാനം പ്രഖ്യാപിച്ചിരിക്കുന്നു. എന്താണ് ആ തീരുമാനം? രാജ്യത്തെ പ്രധാനപ്പെട്ട 40 വിമാനത്താവളങ്ങൾ, ഇവിടെയുള്ള 10% വിമാന സർവീസുകൾ വെട്ടിക്കുറച്ചിരിക്കുന്നു. ഇതൊരു ചെറിയ കാര്യമല്ല. ഓരോ ദിവസവും ഏകദേശം 1800ഓളം വിമാനങ്ങൾ, 2,68,000-ത്തോളം യാത്രക്കാർ നേരിട്ടിത് ബാധിക്കാൻ പോകുകയാണ്. ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ വ്യോമഗതാഗത സംവിധാനമാണ് അമേരിക്കയിലുള്ളത്. ഈ വ്യോമഗതാഗത സംവിധാനങ്ങളിൽ ഒന്നിൽ ഇത്രയും വലിയ വെട്ടിക്കുറവ് വരുത്തേണ്ടി വന്നത് അത് ജീവനക്കാരുടെ മനോവീര്യം ഈ കാലത്തിനിടയ്ക്ക് എത്രത്തോളം തകർന്നിട്ടുണ്ട് എന്നതിൻ്റെ തെളിവാണ്. ഈ തീരുമാനം യാത്രക്കാർക്ക് വലിയ തോതിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. വിമാനങ്ങൾ വൈകി, പല വിമാനങ്ങളും റദ്ദാക്കി. ഇങ്ങനെ ഒരു അനിശ്ചിതാവസ്ഥ അമേരിക്കൻ വ്യോമയാന മേഖലയിൽ വിമാനത്തിൽ യാത്ര ചെയ്യുന്ന സാധാരണ പൗരന്മാർക്കിടയിൽ പോലും വലിയ അനിശ്ചിതത്വം സൃഷ്ടിക്കുകയാണ് അമേരിക്കയിൽ. ഇങ്ങനെയുള്ള അനിശ്ചിതത്വം ഉണ്ടാകുമെന്ന് അധികൃതർ തന്നെ സമ്മതിക്കുന്നുണ്ട്. പക്ഷേ അവരുടെ പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത്, അവർ പ്രിഫറൻസ് കൊടുക്കുന്നത് വ്യോമമേഖല ഉള്ളത് പരമാവധി സുരക്ഷിതമായി നിലനിർത്തുക എന്നതാണ്. ഇതിന് പിന്നിൽ രാഷ്ട്രീയമായ കാരണങ്ങളുണ്ട്, പ്രധാനമായും സാമ്പത്തികമായ കാരണങ്ങളുണ്ട്. ഈ പ്രതിസന്ധിക്ക് പിന്നിൽ, ഷട്ട് ഡൗണിന് പിന്നിൽ ഡെമോക്രാറ്റുകളും റിപ്പബ്ലിക്കൻസും തമ്മിലുള്ള രാഷ്ട്രീയ സ്തംഭനമുണ്ട്. ഒരു വിഭാഗം ആരോഗ്യ സംരക്ഷണ സബ്സിഡികൾ ആദ്യം മുൻഗണന നൽകണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. മറുവിഭാഗം ഈ ഷട്ട് ഡൗൺ എത്രയും പെട്ടെന്ന് സർക്കാർ തുറക്കണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. ഈ തർക്കം കാരണമായി കുറഞ്ഞ വരുമാനമുള്ള കുടുംബങ്ങൾക്ക് അമേരിക്കയിൽ നൽകുന്ന ഭക്ഷ്യസഹായം,
ഫുഡ് സ്റ്റാമ്പ്സ് എന്ന പേരിൽ നൽകുന്ന, കുറഞ്ഞ വരുമാനമുള്ള ഭക്ഷണമില്ലാത്തവർക്ക് നൽകുന്ന ധനസഹായം അല്ലെങ്കിൽ ഭക്ഷണ സഹായം, ഈ പദ്ധതി പോലും നഷ്ടപ്പെടുകയാണ്. രാജ്യത്തിൻ്റെ സാമ്പത്തിക വിവരങ്ങൾ പുറത്തുവിടുന്നത് നിർത്തി. അതുകൊണ്ട് തന്നെ സമ്പദ് വ്യവസ്ഥയെ നിരീക്ഷിക്കാൻ ഫെഡറൽ റിസർവിന് പോലും ഇപ്പോൾ ബുദ്ധിമുട്ടായിരിക്കുന്നു. എങ്ങോട്ടാണ് അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥ പോകുന്നത് എന്ന് ആർക്കും ഒരു ധാരണയുമില്ല. ഷട്ട് ഡൗൺ തുടരുകയാണെങ്കിൽ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ച 2% വരെ ഇനി പെട്ടെന്ന് താഴാനുള്ള സാധ്യതകൾ അധികൃതർ കാണുന്നു. $14 ബില്യൺ വരെ സ്ഥിരമായി അമേരിക്കക്ക് നഷ്ടം സംഭവിക്കാനുള്ള സാധ്യതയുണ്ടെന്നും വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. ഒരു രാജ്യത്തിൻ്റെ ഭരണ സംവിധാനത്തിലെ രാഷ്ട്രീയപരമായ ഒരു സ്തംഭനം അതെങ്ങനെ ലക്ഷക്കണക്കിന് സാധാരണക്കാരുടെ യാത്രകളെ, ദൈനംദിന ജീവിതത്തെ, സുരക്ഷയെ എങ്ങനെ ബാധിക്കുന്നുവെന്ന് ഈ പ്രതിസന്ധി ലോകത്തെ ഓർമ്മിപ്പിക്കുകയാണ്. വൻ ശക്തികളായ അമേരിക്കക്ക് 10% വിമാനങ്ങൾ നിർത്തലാക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ, വ്യോമയാന സർവീസുകൾ നിർത്തലാക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ, US ഷട്ട് ഡൗൺ, ഗവൺമെൻറ് ഷട്ട് ഡൗൺ എത്രമാത്രം അത് ആഴത്തിൽ ബാധിച്ചിട്ടുണ്ട് എന്നാണ് ഈ നടപടി ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നത്.